JP അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ മിഥുനമാസത്തെ ഫലമാണ്. മിഥുനമാസം എന്ന് പറയുന്നത് ജൂലൈ 16 വരെയാണ് മിഥുനമാസം വരുന്നത്. അപ്പോൾ ഈ മിഥുനമാസത്തിൽ ചിങ്ങൻ രാശിക്കൂറുകാരുടെ കാര്യം എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുക എന്നതിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ്, പൊതുവായ കാര്യങ്ങൾ. ചിങ്ങൻ രാശിക്കൂർ എന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്തരത്തിൻ്റെ 1-ാം പാദം, അതുപോലെ തന്നെ ചിങ്ങം ലഗ്നത്തിൽ ജനിച്ചവർക്കും ഇത് ബാധകമായിട്ട് വരാം. ചിങ്ങൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജന്മരാശിയാധിപനായ ആദിത്യൻ ഇപ്പോൾ 11-ാം ഭാവത്തിലാണ്. 11-ാം ഭാവത്തിൽ ആദിത്യം വരിക എന്ന് പറയുമ്പോൾ ആഗമന സ്ഥാനമാണ്. അപ്പോൾ സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ, അതുപോലെ തന്നെ വീട്ടുടമസ്ഥന്, ഗൃഹനാഥന്, നിയന്ത്രിക്കുന്ന ആളെ, മേലധികാരി, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ അനുകൂലമായ നമുക്കൊരു സമീപനം ഉണ്ടാകാം 11-ൽ ആദിത്യം വരുമ്പോൾ. കാരണം ആദിത്യൻ സർക്കാരിനെയും പിതാവിനെയും ഗുരുക്കന്മാരെയും അതുപോലെ തന്നെ നമ്മളെ നിയന്ത്രിക്കുന്ന അധികാരികൾ ആരാണോ അവരെയൊക്കെ, ഇപ്പോൾ ജോലി ചെയ്യുന്നവർക്കൊക്കെ എന്ന് പറയുമ്പോൾ മേലധികാരികൾ കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള, അപ്പോൾ 11-ാം ഭാഗത്ത് വരിക എന്ന് പറഞ്ഞാൽ അവരാഗമന സ്ഥാനത്താണ്, നമ്മളിലേക്ക് വരുന്നു. അപ്പോൾ ആദിത്യം നിങ്ങളുടെ ജാതകത്തിൽ അനുകൂലമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഈ 11-ാം ഭാവത്തിൽ ആദിത്യം വരുന്ന സമയത്ത് സർക്കാർ സംബന്ധമായ ആനുകൂല്യങ്ങൾ പിതാവിൽ നിന്നും, അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ ഏത് വിധത്തിലായാലും എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ, സഹായങ്ങൾ, ഇതൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അവരെ സംബന്ധിച്ച് പറയുമ്പോൾ ചിങ്ങൻ രാശിയിലാണ് ശുക്രനും കേതുവും നിൽക്കുന്നത്. അപ്പോൾ കേതു ജന്മത്തിൽ വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ചില ശാരീരികമായ വിഷമതകളെയൊക്കെ അത് സൂചിപ്പിക്കുന്ന കാര്യമാണ്. രാഹു കേതുക്കളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ചിലർക്ക് അലർജി ആയിരിക്കാം, മറ്റു ചിലർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളായിരിക്കാം, അങ്ങനെയൊക്കെ വരാം. ശുക്രൻ വരിക എന്ന് പറയുമ്പം അത് നല്ല കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഭൗതിക ജീവിത സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരിക. ഭക്ഷണം, വസ്ത്രം, വാഹനം, വീട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവരവരുടെ സ്ഥിതി അനുസരിച്ച് കുഴപ്പമില്ലാതെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം. പിന്നെ ശുക്രനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശുക്രന് രാഹു ബന്ധമുണ്ട്, അതുപോലെ തന്നെ ചൊവ്വയുടെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ കുടുംബത്തിൽ അവരെ കൊണ്ട് തന്നെ എന്ന് പറയുമ്പോൾ ജന്മരാശി എന്ന് പറയുമ്പോൾ അവനവനാണ്, പേഴ്സണാണ്. അപ്പോൾ അവിടെ ശുക്രനും ചൊവ്വയ്ക്കൊരു ബന്ധവും വരിക. സ്ത്രീകളുമായുള്ള ബന്ധങ്ങളിൽ ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസം വരാം. എന്ന് പറഞ്ഞാൽ ഭാര്യാഭർത്തൃ കുടുംബ ബന്ധങ്ങളിലൊക്കെ ചില വിള്ളലുകൾ അല്ലെങ്കിൽ വീഴ്ചകൾ, അഭിപ്രായ ഭിന്നതകൾ, വാക്ക് തർക്കങ്ങൾ, ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. 10-ാം ഭാവത്തിലാണ് ചൊവ്വ വരുന്നത്, കർമ്മസ്ഥാനത്തെ ചൊവ്വ, 4-ാം ഭാവാധിപൻ കൂടിയാണ്. അപ്പോൾ 4-ാം ഭാവാധിപനും 9-ാം ഭാവാധിപനും, അതായത് കേന്ദ്ര ത്രികോണ ആധിപത്യമുള്ള ചൊവ്വ, കേന്ദ്ര ത്രികോണ ആധിപത്യം ചൊവ്വയ്ക്ക് വരികയും അത് ജാതകത്തിൽ അനുകൂലമായ ഇഷ്ടഭാവത്തിലൊക്കെ നിൽക്കുകയും ചൊവ്വയുടെ ദശാവതാരങ്ങളൊക്കെ ആണെങ്കിൽ ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം ഇവിടെ ചൊവ്വ കേന്ദ്ര ത്രികോണാധിപൻ എന്ന് പറയുമ്പം ബലവാനാണ്, പല കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ളയാളുമാണ്. അതിൻ്റെ ശുഭയോഗം അനുസരിച്ചും അതിൻ്റെ മറ്റ് ബന്ധങ്ങൾ അനുസരിച്ചും ഒക്കെ ആയിരിക്കും നമുക്ക് പലതും തരുന്നത്. ഇവിടെ 10-ാം ഭാവത്തിലാണ്, ഇടവത്തിലാണ് നിൽക്കുന്നത്. 10-ാം ഭാവത്തിൽ നിൽക്കുക എന്ന് പറയുമ്പം 4-ാം ഭാവാധിപനും അതുപോലെ തന്നെ 9-ാം ഭാവാധിപനുമാണ്. അപ്പം തൊഴിൽപരമായ കാര്യത്തിൽ ഒരു ചാഞ്ചാട്ടം വരാം. എന്ന് പറഞ്ഞാൽ 10-ലെ ചൊവ്വ ഇപ്പം 3, 6, 10, 11 ഭാവത്തിൽ അത്ര കുഴപ്പമൊന്നുമില്ല. നമുക്ക് കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനും അതുപോലെ തന്നെ മുന്നോട്ട് പോകാനും ഒക്കെ സാധിക്കും. ഇവിടെ ഇടവത്തിലെ ചൊവ്വയാണ്, അത് ചിലരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കും. കാരണം ഇടവത്തിലെ ചൊവ്വ ശുക്രൻ്റെ രാശിയാണ്, ശുക്രന് ചൊവ്വയുമായിട്ട് ബന്ധമുണ്ട്. സ്ത്രീകളുമായിട്ടുള്ള കാര്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ 10-ാം ഭാവത്തിലെ ചൊവ്വ എന്ന് പറയുമ്പോൾ കർമ്മസ്ഥാനത്ത് തൊഴിൽപരമായി കൂടെ നിൽക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം വരാം. ഇടവത്തിലെ ചൊവ്വ 10-ൽ വരിക എന്ന് പറയുമ്പോൾ സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിൽ, അവരുടെ സംസാരത്തിൽ, അവരുമായിട്ടുള്ള പെരുമാറ്റത്തിൽ, അല്ലെങ്കിൽ അവരോടുള്ള സമീപനത്തിലൊക്കെ ചില മാറ്റങ്ങളും അഭിപ്രായ വ്യത്യാസവും ഒക്കെ
വരുന്നത് ചില മനപ്രയാസത്തിന് കാരണമാകാം എന്നാണ്. എന്ന് പറഞ്ഞാൽ ചില വാശിയും വൈരാഗ്യവും ഒക്കെ ഉണ്ടാകുകയും ചെയ്യാം. എന്ന് പറഞ്ഞാൽ ശുക്രനും ചൊവ്വയുമാണ്, ആരും വിട്ടുകൊടുക്കാനൊന്നും തയ്യാറാകത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം അങ്ങനെ എങ്കിലും 10ാം ഭാവത്തിൽ ചൊവ്വ വരിക എന്ന് പറയുമ്പം അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. തൊഴിലിടങ്ങളിൽ ഒരു ടെൻഷൻ ഉണ്ടാക്കും. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇനി എന്താണ് വഴി എന്നൊക്കെയുള്ള കാര്യത്തിൽ. അതാണ് ഈ 10ലെ ചൊവ്വ. അതാണ് മനപ്രയാസവും ചില മനോവിഷമൊക്കെ ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പം ജാതകത്തിൽ ചൊവ്വ വളരെ അനുകൂലമായി ഈ പറഞ്ഞ രീതിയിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല സമയമാണെങ്കിൽ. അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം 2ാം ഭാവാധിപൻ ബുധനാണ്, അത് 11ാം ഭാവത്തിലാണ്. അപ്പം 2ാം ഭാവാധിപൻ ബുധൻ 11ൽ നിൽക്കുക എന്ന് പറയുമ്പം കുടുംബപരമായ കാര്യങ്ങളിൽ, ധനപരമായ കാര്യങ്ങളിൽ ഒക്കെ ഒരു നീക്കുപോക്കുണ്ടാകും. കാരണം 2ാം ഭാവം എന്ന് പറയുമ്പോൾ ധനമാണ്, കുടുംബമാണ്, വാക്കാണ്, ഇങ്ങനെ ഒരുപാട് കാര്യം വരും. ബന്ധുക്കളാണ്, പരിചയക്കാരാണ്, കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ഇതൊക്കെ 11ാം ഭാവത്തിൽ ആദ്യത്തിലും ബുധനും ചേർന്ന് ഗുണയോഗം വരികയും 2ാം ഭാവാധിപൻ ബുധൻ 11ൽ വരികയൊക്കെ ചെയ്യുമ്പോൾ 7ാം തീയതി മുതലാണ് ബുധൻ മിഥുനത്തിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം അതൊരു നല്ല കാര്യമാണ്. കാരണം സാമ്പത്തികമായും കുടുംബപരമായും ഒക്കെയുള്ള ചില കാര്യങ്ങളിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കാനൊക്കെ കമ്മ്യൂണിക്കേഷനും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ സഹായിക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ. അതുപോലെ ഇവരെ സംബന്ധിച്ച് വ്യാഴം 5ാം ഭാവാധിപനും അഷ്ടമാധിപനുമാണ്. 5ാം ഭാവാധിപനായി വ്യാഴം 12ൽ നിൽക്കുക എന്ന് പറയുമ്പം സന്താനങ്ങളിൽ നിന്ന് കാര്യമായ ഗുണമൊന്നും ഉണ്ടാകത്തില്ല. 5ാം ഭാവാധിപൻ 12ാം ഭാവത്തിൽ ഉച്ചത്തിൽ വരിക എന്ന് പറയുമ്പം അവരുടെ രീതിയും കാര്യങ്ങളും നമ്മളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകില്ല എന്നാണ് 5ാം ഭാവാധിപൻ. അതുപോലെ സന്താനങ്ങൾ ചില പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവർ കാണും സന്താന വിഷയത്തിൽ. അതൊക്കെ ഇങ്ങനെ തന്നെ നിലനിൽക്കാനും സാധ്യതയുണ്ട്. കാരണം അഷ്ടമാധിപൻ കൂടിയാണ്. അഷ്ടമാധിപൻ 12ാം ഭാവത്തിൽ പോകുന്നത് ദോഷം പറയാൻ പറ്റത്തില്ല. കാരണം അഷ്ടമവും ദോഷമാണ്, 12 ദോഷമാണ്. അപ്പോൾ അഷ്ടമാധിപൻ 12ൽ പോകുക എന്ന് പറയുമ്പം അത് ദോഷത്തിന് ഒരു കുറവ് വരും. എന്ന് പറഞ്ഞാൽ വിപരീത രാജയോഗം എന്നൊക്കെ ചിലപ്പോൾ ജാതകത്തിൽ പറയാൻ സാധ്യതയുണ്ട്. ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. അഷ്ടമാധിപൻ 12ൽ പോവുക, 12ാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോവുക, 6ാം ഭാവാധിപൻ 12ൽ പോവുക, ഇങ്ങനെയൊക്കെ വരുന്നത് ജാതകത്തിൽ പറയുന്നത് പോലെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അഷ്ടമാധിപൻ 12ൽ പോവുക എന്ന് പറയുമ്പോൾ ഒരാശ്വാസത്തിന് പോയുണ്ട്. പക്ഷെ 5ാം ഭാവാധിപൻ കൂടിയാണ്. 5ാം ഭാവാധിപൻ കൂടിയാകുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മക്കളാണ്. 5ാം ഭാവം മനസ്സാണ്. ഇവർക്ക് മനസ്സിൽ ഓരോ ആഗ്രഹങ്ങൾ കാണും. മക്കളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാകും, എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാകും. അത് അഷ്ടമാധിപൻ കൂടി ആയതുകൊണ്ട് എനിക്കെന്തെങ്കിലും ഒരു വയ്യാഴികയോ ഒരു മോശമോ ഒക്കെ വന്നാൽ എൻ്റെ മക്കൾ കാണും, അല്ലെ എൻ്റെ മകൻ കാണും, അല്ലെ എൻ്റെ മകൾ കാണും. അങ്ങനെ മക്കളെക്കുറിച്ചുള്ള ഒരു ആഗ്രഹം ഇവരുടെ മനസ്സിൽ ഇങ്ങനെ നിലനിൽക്കും. അഷ്ടമാധിപനായിട്ട് വ്യാഴം വരിക എന്ന് പറഞ്ഞാൽ ആരോഗ്യ സംബന്ധമായിട്ട് എന്തെങ്കിലും മറ്റെന്തെങ്കിലും വിഷയം, എന്തെങ്കിലും പ്രതിസന്ധികളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റുകയാണെങ്കിൽ എൻ്റെ മക്കളും ഉണ്ടാവും എന്നെ നോക്കാൻ, അല്ലെ രക്ഷിക്കാൻ, അങ്ങനൊരു ചിന്തയാണ്. അത് 12ാം ഭാവത്തിലേക്ക് പോവുക എന്ന് പറയുമ്പം അങ്ങനെ ഒരു ചിന്തയ്ക്കും വലിയ ബലമൊന്നും ഇപ്പം കൊടുക്കുന്നില്ല ഈ മാസം. എന്ന് പറഞ്ഞാൽ അവരും 12ാം ഭാവത്തിലാണ്, വ്യയസ്ഥാനത്താണ്. എന്ന് പറഞ്ഞാൽ അവരും വിചാരിച്ചതുപോലുള്ള പ്രയോജനമൊന്നും ചെയ്യാനുള്ള സാധ്യതയില്ല, സഹകരിക്കാനും സഹായിക്കാനുമുള്ള സാധ്യതയില്ല എന്നതിന് സൂചിപ്പിക്കുന്ന കാര്യമാണ്. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിൽ രാഹു. അപ്പോൾ ശുക്രൻ ജന്മരാശിയിലുണ്ട്, 7ാം ഭാവത്തിൽ രാഹു ഉണ്ട്. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീ ബന്ധങ്ങളിൽ ഇവർ വളരെയേറെ ശ്രദ്ധിക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ, അത് സ്വന്തക്കാരും ബന്ധുക്കാരൊന്നും ആണോന്നില്ല, അന്യ വ്യക്തികളുമായിട്ടുള്ള ബന്ധം, അതാണ് രാഹു. അവിടെ ഇത്തരത്തിൽ ശുക്രനുമായിട്ടൊരു ബന്ധം വരികയാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു മനപ്രയാസത്തിന് കാരണമാകാം. അതുപോലെ തന്നെ ചില അപവാദങ്ങളും ഉണ്ടാകാം. വേണ്ടാധീനങ്ങളൊക്കെ സംഭവിക്കുന്ന രീതിയിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കാം. കാരണം 2ാം ഭാവാധിപൻ ബുധനാണ്.
ആ ബുധൻ 11ാം ഭാവത്തിലുണ്ട്. അവിടെ ചൊവ്വായും വരുന്നുണ്ട് 10ാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും കർമ്മസ്ഥാനമാണ്, തൊഴിലാണ്, നമ്മുടെ ഭാഗത്ത് നിന്ന് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചെയ്യുന്ന ജോലി കൊണ്ടോ എന്തെങ്കിലും ഒരു അപാകതയോ എന്തെങ്കിലും ഒരു വിഷയമോ വന്നു കഴിഞ്ഞാൽ അതൊരു വിഷയമായിട്ട് വരാം എന്നതിനെ സംബന്ധിച്ച്. അതാണ് സ്ത്രീകളുമായുള്ള ബന്ധം വളരെയേറെ ആലോചിക്കണം എന്ന് പറഞ്ഞത്. വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കുകയോ മുന്നോട്ട് പോവുകയോ ഒന്നും ചെയ്യരുത്. അത് തന്നെ കാര്യം. പിന്നെ ഇവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അഷ്ടമത്തിൽ ശനിയാണ്. അഷ്ടമത്തിലെ ശനി എന്ന് പറയുമ്പോൾ ആരോഗ്യ സംബന്ധമായ 7-ൽ രാഹുവും അഷ്ടമത്തിൽ ശനി നിൽക്കുക എന്ന് പറയുമ്പോൾ പിന്നെ കൂടുതലൊന്നും ഇവർക്ക് വേണ്ട. ജാതകത്തിൽ എങ്ങനെയാണെങ്കിൽ ഇവരുടെ കാര്യം വളരെ പ്രയാസമായിരിക്കും. ഇപ്പം ചാരവശാനായതുകൊണ്ട് കുറച്ച് നാളത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ 7-ൽ ശനി വരിക, രാഹു വരിക, അഷ്ടമത്തിൽ ശനി വരിക എന്ന് പറയുമ്പം ആ മുന്നോട്ടുള്ള പോക്കിനൊക്കെ ചില തടസ്സങ്ങളൊക്കെ വരും. അഷ്ടമം എന്ന് പറയുന്നത് നിലനിൽപ്പിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ഒരു അവസ്ഥയുണ്ട് ഈ ജൂൺ 2-ന് മുമ്പ്. എന്ന് പറഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊന്നും എത്തും പിടിയും കിട്ടായിരുന്നു. അതാ 7-ലെ രാഹു, അഷ്ടമത്തിലെ ശനി. അപ്പോൾ 7 മാർഗസ്ഥാനമാണ്. ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എങ്ങനെ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചു, അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഒന്നുകിൽ മക്കളുടെ വിദ്യാഭ്യാസം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജോലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ബിസിനസ് ആയിക്കോട്ടെ, എന്തായാലും അതിങ്ങനെ ആലോചിച്ച് കുളമായി കിടക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം. അതാണ് മാർഗം. ഒരു വഴിയും കിട്ടുന്നില്ല. അങ്ങനെ അഷ്ടമത്തിൽ ശനി എന്ന് പറയുമ്പം അത് നിലനിൽപ്പിനെ തന്നെ തടയുന്ന അല്ലെങ്കിൽ നിർത്തിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ സാഹചര്യത്തെ അതിജീവിക്കുന്നത് ഈ അഷ്ടമത്തിനൊരു ശുഭത്വം വന്നു. അത് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണ്. 12-ലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിലും മീനത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിക്ക് ഒരു ശുഭത്വം തന്നു. അത് 7-ാം ഭാവാധിപനം, 6-ന്റെ 7-ന്റെ അധിപനം. അപ്പം അങ്ങനെ വരുമ്പോൾ മാർഗസ്ഥാനം ഒന്നുകൂടി ക്ലിയറായി എന്ന് പറഞ്ഞാൽ കുറച്ച് മെച്ചം. അടഞ്ഞു കിടന്ന വഴി ഒന്ന് അല്പം തുറന്നു കിട്ടി എന്ന് പറഞ്ഞാൽ മതി. അതാണ് ഈ മിഥുനമാസത്തെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ പഴയതിൽ നിന്ന് ജൂൺ മാസത്തെ സ്ഥിതിയിൽ നിന്ന് ജൂലൈയിലേക്ക് വന്നപ്പോഴുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ജൂൺ ഒരു പകുതി ആയപ്പോൾ മുതൽ ഒരു ചെറിയ മാറ്റം വന്ന് ഇങ്ങനെ വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആദിത്യനും ബുധനും 11ാം ഭാവത്തിലിരിക്കുന്നു. നിപുണയോഗം എന്ന് പറയും. ഇപ്പോൾ വിദ്യാഭ്യാസം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെയാണ്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, അധ്യാപകരാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വഴി ഓൺലൈനിലോ അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഏജൻസി പണിയിൽ എന്ന് പറയാൻ സംസാരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ, മറ്റുള്ളവരുമായിട്ടുള്ള കണക്ഷന്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷന്, സംസാരം, ഇങ്ങനെ ഏജൻറ്റന്മാരുടെ പണികൾ ഇങ്ങനെയൊക്കെ ഉള്ളത് അവർക്കൊക്കെ എന്ന് പറയുമ്പോൾ നല്ല ഒരു സമയം തന്നെയാണ്. കുട്ടികളെ പഠിപ്പിക്കുന്നവരായാലും അല്ലാത്തവരായാലും ഏജൻസി പണി ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ, അതായത് കൂടിക്കാഴ്ചയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. 11-ലെ സ്ഥിതി വ്യാഴം അനുകൂലമല്ലാത്തത് കൊണ്ട് ഇവർക്ക് 5-ാം ഭാവാധിപനും അഷ്ടമാധിപനും ഒക്കെയാണ്. അതുകൊണ്ട് ഈശ്വരാധീനം ഇവർക്ക് അത്യാവശ്യമാണ്. 12-ാം ഭാവത്തിലെ വ്യാഴം എന്ന് പറയുമ്പോൾ ദൈവാധീനം മറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. പിന്നെ ആകെ ഇപ്പോൾ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ കന്യരാശിയിൽ അംശം ചെയ്ത് വ്യാഴം ഇപ്പം നിൽപ്പുണ്ട്, അത് 2-ാം ഭാവത്തിലാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു മെച്ചം ഇപ്പം തൽക്കാലം ഉണ്ടെങ്കിലും പൊതുവെ നോക്കുമ്പോൾ വ്യാഴം അനുകൂലമല്ല. അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം അത്യാവശ്യമായ ഒരു ഘട്ടമാണ്. അതെപ്പോഴായാലും ഇവർക്ക് ആവശ്യമാണ്. വ്യാഴം മറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കർക്കിടകത്തിലെ വ്യാഴമായതുകൊണ്ട് ദേവീ ഭജന നടത്തുക, മഹാലക്ഷ്മിയെ ഭജിക്കുക, അതുപോലെ തന്നെ ശനിയെ ഭജിക്കുക, ശാസ്താവിനെ ഭജിക്കുക. ഇത് രണ്ടും ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് ഈശ്വര വിചാരത്തോടുകൂടി വീണ്ടും വിചാരത്തോടുകൂടി കാര്യങ്ങളൊക്കെ കൂടി ആലോചിച്ച് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ബന്ധങ്ങൾ, അതേത് ബന്ധമായാലും, കൂടെ ജോലി ചെയ്യുന്നവരായാലും അല്ലാതെയുള്ള വ്യക്തിബന്ധമായാലും ഏതായാലും സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ആലോചിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. അതാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ചിങ്ങൻ രാശിക്കാർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചും
അതുപോലെ തന്നെ വേണ്ട വിധത്തിൽ ചിന്തിച്ച് മുന്നോട്ട് പോയാൽ കുഴപ്പമൊന്നുമില്ല. ദൈവാധീനം മറിഞ്ഞിരിക്കുന്ന സമയമാണെന്നുള്ള ബോധം വേണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.